നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കൊടുവിൽ ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം ആഗോള വിപണിക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ട് എങ്കിലും 3 മാസത്തിലധികം നീണ്ടുനിന്ന യുദ്ധം ആഗോള ഊർജ്ജ ഭൂപടത്തെ എന്നേക്കുമായി തിരുത്തിക്കഴിഞ്ഞു. യുദ്ധം മൂലമുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും മറികടക്കാൻ ലോകരാജ്യങ്ങൾ ഇതിനകം തന്നെ ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയും ഭാവിയിലെ സുരക്ഷയ്ക്കായി പുതിയ തന്ത്രപരമായ സഖ്യങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യൻ എണ്ണയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവ് ഹോർമുസ് കടലിടുക്കിൻ്റെ ആഗോള പ്രാധാന്യം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഓരോ രാജ്യവും തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നടത്തിയ നീക്കങ്ങൾ പ്രപഞ്ച ഭൗമ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹോർമുസ് കടലിടുക്ക് അടച്ചു പൂട്ടിയത് വഴി ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം നേരിട്ട രാജ്യങ്ങളിൽ ഒന്ന് ഭാരതമാണ്. ഭാരതത്തിൻ്റെ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, രാസവളങ്ങൾ എന്നിവയുടെ പ്രധാന ഇറക്കുമതി ഈ ഇടുങ്ങിയ കടൽപ്പാതയിലൂടെയായിരുന്നു. യുദ്ധപ്രതിസന്ധി രൂക്ഷമായതോടെ രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 16,000 കോടി രൂപയുടെ ഭീമമായ നഷ്ടമാണ് ഉണ്ടായതെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നുണ്ടായ ആഭ്യന്തര ഇന്ധന വിലവർധനവും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ചരിത്രത്തിൽ ആദ്യമായി 95 എന്ന നിരക്കിലേക്ക് താഴ്ന്നതും ഇന്ത്യൻ വിപണിയെ ഉലച്ചു. എന്നാൽ ഈ കടുത്ത പ്രതിസന്ധിക്കിടയിലും ഒമാനുമായി ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യക്ക് വലിയൊരു പിടിവള്ളിയായി മാറി. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് അറബിക്കടലിനോടും ഒമാൻ ഉൾക്കടലിനോടും നേരിട്ട് അതിർത്തി പങ്കിടുന്ന ഒമാൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇന്ത്യക്ക് തന്ത്രപരമായ മേധാവിത്വം നൽകുന്നു. ഹോർമുസ് കടക്കാതെ തന്നെ ഒമാൻ്റെ സലാല, ദുഃഖം തുറമുഖങ്ങൾ വഴി ചരക്കുകൾ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിക്കുവാൻ ഈ കരാറിലൂടെ സാധ്യമായി. ചരിത്രപരമായി തന്നെ ഇന്ത്യക്ക് സ്വാധീനമുള്ള ദുഃഖം തുറമുഖം വഴിയുള്ള എണ്ണ, യൂറിയ ഇറക്കുമതിയിൽ 246% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിലാണ് ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് 2000 കിലോമീറ്റർ നീളത്തിൽ കടലിനടിയിലൂടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 40,000 കോടി രൂപയുടെ ഒമാൻ ഗുജറാത്ത് ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിക്കുന്നത്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമാനമായ ഉപരോധങ്ങളെ പ്രതിരോധിക്കുവാൻ ഈ സബ്സീ പൈപ്പ് ലൈൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. ഹോർമുസ് പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ രാജ്യം ഒമാനാണ്. ലോകത്തെ 1/5 ഊർജ്ജ വിതരണവും ഹോർമുസ് വഴി തടസ്സപ്പെട്ടപ്പോൾ ഉപരോധ പരിധിക്ക് പുറത്തുള്ള ഒമാൻ തുറമുഖങ്ങൾ വഴി ഏഷ്യൻ വിപണിയിലേക്ക് എണ്ണ കയറ്റുമതി റെക്കോർഡ് നിരക്കിലേക്ക് ഉയർത്തുവാൻ സാധിച്ചു. കസ്റ്റംസ് ഡിക്ലറേഷൻ വഴിയുള്ള വരുമാനത്തിൽ ഒമാൻ വൻ കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒമാനിൽ നിന്ന് ദുബായിലേക്ക് മാത്രമുള്ള ചരക്കു നീക്കത്തിൽ നിന്നുള്ള വരുമാനം മാർച്ചിലെ $270 മില്യൺ നിന്നും ഏപ്രിലിൽ $2.16 ബില്യൺ കുതിച്ചുയർന്നു. കേവലം എണ്ണ കയറ്റുമതിയിൽ ഒതുങ്ങാതെ മേഖലയിലെ ഏറ്റവും വിശ്വസനീയമായ വ്യോമ നാവിക ഗതാഗത ഹബ്ബായി ഒമാൻ സ്വയം അടയാളപ്പെടുത്തി. ഹോർമുസ് പാത തടസ്സപ്പെട്ടതോടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം പ്രതിസന്ധിയിലായപ്പോൾ ഒമാൻ തുറമുഖങ്ങളിൽ ഇറക്കുന്ന ചരക്കുകൾ ഹത്ത അതിർത്തി വഴി UAEയിലേക്കും മറ്റ് ഗൾഫ് വിപണികളിലേക്കും വിജയകരമായി എത്തിക്കാൻ ഒമാന് സാധിച്ചു. ഈ യുദ്ധകാല നേട്ടങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിനായി ഗൾഫ് രാജ്യങ്ങളെ ഒമാനുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപരമായ റെയിൽവേ റോഡ് ശൃംഖലകൾ വികസിപ്പിക്കാനും ഹോർമുസിനെ മറികടക്കുന്ന എണ്ണക്കുഴലുകൾ സ്ഥാപിക്കാനും ഒമാൻ വലിയ തോതിൽ നിക്ഷേപകരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ അടച്ചുപൂട്ടൽ ഗൾഫ് മേഖലയിലെ വൻ ശക്തികളായ UAEക്കും സൗദി അറേബ്യയ്ക്കും തങ്ങളുടെ നിലനിൽപ്പിന് മേലുള്ള ഭീഷണിയായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇറാൻ്റെ കടുത്ത നടപടി മൂലം ലോകവിപണിക്ക് 1 ബില്യൺ ബാരൽ എണ്ണ നഷ്ടമായി എന്നാണ് UAE വ്യക്തമാക്കിയത്. ഇതിനെ മറികടക്കാൻ ഹോർമുസിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഫുജൈറ തുറമുഖം വഴി എണ്ണ കയറ്റുമതി ഇരട്ടിയാക്കാനുള്ള വെസ്റ്റ് ഈസ്റ്റ് പൈപ്പ് ലൈൻ പദ്ധതി UAE വേഗത്തിലാക്കിയിട്ടുണ്ട്. ഫുജൈറയിലെ അത്യാധുനിക ഓയിൽ ടെർമിനൽ വഴി ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതി ഏപ്രിലിൽ 43% വർദ്ധിപ്പിച്ചു. ഏകദേശം പ്രതിദിനം 6,19,000 ബാരലിൽ എത്തിക്കുവാൻ UAEക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒപെക്കിലെ രണ്ടാമത്തെ വലിയ എണ്ണ ഉൽപ്പാദകരായ സൗദി അറേബ്യ തങ്ങളുടെ കിഴക്കൻ പ്രവിശ്യയിലെ അബ് ഖൈബ് എണ്ണപ്പാടങ്ങളിൽ നിന്നും ചെങ്കടൽ തീരത്തെ യാൻബു തുറമുഖത്തേക്ക് 1200 കിലോമീറ്റർ നീളമുള്ള വെസ്റ്റ് ഈസ്റ്റ് പൈപ്പ് ലൈൻ വഴിയാണ് എണ്ണ തിരിച്ചുവിട്ടത്. 1981 ഇറാൻ ഇറാഖ് യുദ്ധകഥകാലത്ത് ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് നിർമ്മിച്ച ഈ പൈപ്പ് ലൈൻ ഇന്ന് അതിൻ്റെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിപ്പിച്ച് സൗദിയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കി.
യാൻബു തുറമുഖം വഴി യൂറോപ്പിലേക്കുള്ള സൗദിയുടെ ജെറ്റ് ഇന്ധന കയറ്റുമതിയിൽ വലിയ വർധനമാണ് ഈ കാലയളവിലുണ്ടായത്. ഇതേപോലെ മറ്റൊരു പ്രമുഖ ഉത്പാദകരായ ഇറാഖ് സിറിയയിലെ ബനിയാസ് എണ്ണ തുറമുഖം വഴിയും അൽ തൻഫ് അതിർത്തി വഴിയും മെഡിറ്ററേനിയൻ തീരത്തേക്ക് ചരക്കെത്തിച്ച് ആഗോള വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തി. യുദ്ധം ആരംഭിച്ച അമേരിക്കയും ഇസ്രയേലും ഈ പ്രതിസന്ധിയിൽ കാര്യമായ ദോഷം അനുഭവിച്ചില്ല എങ്കിലും ഹോർമുസിനെ വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളാണ് കടുത്ത പ്രതിസന്ധിയിലായത്. ഇത് ഈ രാജ്യങ്ങളെ പശ്ചിമേഷ്യയ്ക്ക് പുറത്തുള്ള തദ്ദേശീയമല്ലാത്ത എണ്ണ സ്രോതസ്സുകൾ തിരയാൻ പ്രേരിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി അസർബൈജാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വഹിച്ച കപ്പൽ ജപ്പാനിലെ യോക്കോഹാമ തുറമുഖത്ത് എത്തിയത് വിപണിയിലെ വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയായിരുന്നു. ജപ്പാനും ഇന്ത്യയും തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി അമേരിക്ക, റഷ്യ, കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞു. ഈ ഭൗമ രാഷ്ട്രീയ മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് കസാക്കിസ്ഥാനാണ്. പശ്ചിമേഷ്യൻ എണ്ണയുടെ കുറവ് നികത്തുവാൻ ലോക രാജ്യങ്ങൾ കസാക്കിസ്ഥാനെ ആശ്രയിച്ചതോടെ മധ്യേഷ്യയും കാസ്പിയൻ കടലിനെയും തുർക്കി വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന മിഡിൽ കോറിഡോർ അഥവാ ട്രാൻസ് കാസ്പിയൻ അന്താരാഷ്ട്ര ഗതാഗത പാത സജീവമായി മാറി. കസാക്കിസ്ഥാൻ യൂറോപ്പിലേക്കും ജപ്പാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും എണ്ണ വിതരണം വൻതോതിൽ വർദ്ധിപ്പിച്ചു. അന്താരാഷ്ട്ര നാണയനിധി വിലയിരുത്തിയതുപോലെ വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ലോക വ്യാപാരത്തിന് ഏറ്റവും സുരക്ഷിതമായ ഒരു ട്രാൻസിറ്റ് ഹെഡ്ജ് അഥവാ പ്രതിരോധ പാതയായി മധ്യേഷ്യ മാറിക്കഴിഞ്ഞു. അമേരിക്ക ഡോളറിനെ ആയുധമാക്കിയപ്പോൾ ലോകരാജ്യങ്ങൾ ബദൽ കറൻസികൾ തിരഞ്ഞ ഡോളറൈസേഷൻ പ്രതിഭാസത്തിന് സമാനമായ ഒന്നാണ് ഹോർമുസ് ഉപരോധത്തിലൂടെ സംഭവിച്ചത്. ഹോർമുസ് കടലിടുക്കിനെ ആയുധമാക്കുക വഴി ഇറാൻ യഥാർത്ഥത്തിൽ സ്വന്തം പോസ്റ്റിലേക്ക് തന്നെയാണ് ഗോളടിച്ചത്. തങ്ങളെ ഭീഷണിപ്പെടുത്താൻ കെൽപ്പുള്ള ഹോർമുസ് പാതയ്ക്ക് ബദലായി ലോകരാജ്യങ്ങൾ സ്ഥിരമായ മറ്റ് വിതരണ ശൃംഖലകളും പൈപ്പ് ലൈനുകളും നിർമ്മിച്ചു കഴിഞ്ഞു. ഹോർമുസ് പാത പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടില്ല എങ്കിൽ പോലും യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന അത്രയും വലിയ ചരക്ക് നീക്കം ഇനി ഈ പാതയിലൂടെ ഉണ്ടാകാൻ സാധ്യത തീരെയില്ല. വിപണിയിലെ കുത്തക നഷ്ടപ്പെട്ട ഇറാനും ഹോർമുസ് കടലിടുക്കിനും ആഗോള സാമ്പത്തിക രംഗത്തിന്മേലുണ്ടായ സ്വാധീനം ഇനി പഴയതുപോലെ ശക്തമായിരിക്കില്ല. ഓരോ രാജ്യവും ഭാവിയിലെ സുരക്ഷയ്ക്കായി തങ്ങളുടെ ബദൽ മാർഗ്ഗങ്ങൾ നിലനിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.